എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചർ അപ്ഡേഷൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വന്ന LP ലിസ്റ്റിൻ്റെ നിയമന സാധ്യതകളാണ്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വന്ന LP റാങ്കിംഗ് ലിസ്റ്റിന്റെ മുഖ്യ പട്ടികയിൽ 606 പേരും ഉപപട്ടികയിൽ 530 പേരും ഭിന്നശേഷി പട്ടികയിൽ 13 പേരടക്കം മൊത്തം 1149 പേരുടെ പട്ടികയാണ് നിലവിൽ വന്നത്. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ലിസ്റ്റിന്റെ വലിപ്പം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കോഴിക്കോട് ജില്ലയുടെ മോഡൽ റൊട്ടേഷൻ ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സാധ്യതകൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൻ്റെ 3 രീതിയിലുള്ള സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് 350 പേരുടെ നിയമനമാണ് നടക്കുന്നതെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യതകൾ, എത്ര ആളുകൾക്ക് സപ്ലി ലിസ്റ്റിൽ നിന്ന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ നിയമനം നടന്നാൽ ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 482 നിയമനമാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ 482 പേർക്കുള്ള ഒഴിവുകൾ ഉണ്ടായാൽ ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് 600 ഒഴിവുകൾ വന്നാൽ എത്ര പേർക്ക് മെയിൻ ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കും, സപ്ലി ലിസ്റ്റിൽ നിന്ന് എത്ര റാങ്ക് വരെ നിയമനം നടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ കോഴിക്കോട് ജില്ലയുടെ ഈ സാധ്യതാ റൊട്ടേഷണൽ ചാർട്ടിൽ NCA, TPO എന്നിവ കഴിഞ്ഞ ലിസ്റ്റിൽ പെൻഡിംഗ് ഉള്ളത് വരുമ്പോൾ റൊട്ടേഷണൽ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിന് സാധ്യതയുമില്ല. ഈ വർഷത്തെ കോഴിക്കോട് ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൽ 808 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ 398 പേരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ 808 പേരുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും 482 പേർക്കാണ് കഴിഞ്ഞ വർഷം നിയമനം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ തരക്കേടില്ലാത്ത ഒരു നിയമനം നടന്നതുകൊണ്ട് തന്നെ ഈ വർഷം കോഴിക്കോട് ജില്ലയിലെ LP റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം കൂട്ടിയാണ് ഇട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ കോഴിക്കോട് ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിന്റെ നിയമന നില നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വർഷം 298 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, രണ്ടാമത്തെ വർഷം 133 അഡ്വൈസുകളും മൂന്നാമത്തെ വർഷം 51 അഡ്വൈസുകളും പോയിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ 482 പേർക്കാണ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത് 350 പേരുടെ നിയമനം നടക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 276 റാങ്കും, EBT 280, മുസ്ലിം 274, OBC 290, വിശ്വകർമ്മ 422, EWS 378, LC സപ്ലി 2, ഹിന്ദു നാടാർ സപ്ലി 4, SC സപ്ലി 14, ST സപ്ലി 7, ധീവര സപ്ലി 1, SCC സപ്ലി 3, SIUC നാടാർ സപ്ലി 2, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 4, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 2, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 1, ഡിഫറൻ്റ്ലി ഏബിൾ M ലിസ്റ്റിൽ ഇല്ല. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ നിയമനം നടന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 482 നിയമനമാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ 482 ഒഴിവുകൾ ഉണ്ടായാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 389, EBT 392, മുസ്ലിം 391, OBC 374, വിശ്വകർമ്മ 516, EWS 505, LC സപ്ലി 8, ഹിന്ദു നാടാർ സപ്ലി 5, SC സപ്ലി 25, ST സപ്ലി 9, ധീവര സപ്ലി 2, SCC സപ്ലി 4, SIUC നാടാർ സപ്ലി 3, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 5, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 3, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 1, ഡിഫറൻ്റ്ലി ഏബിൾ M ലിസ്റ്റിൽ ഇല്ല. രണ്ടാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത് നല്ല രീതിയിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് 600 പേർക്കുള്ള ഒഴിവുകൾ ഉണ്ടായാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്.
അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 488, EBT 485, മുസ്ലിം 487, OBC 484, വിശ്വകർമ്മ സപ്ലൈ 1, EWS സപ്ലൈ 4, LC സപ്ലൈ 12, ഹിന്ദു നാടാർ സപ്ലൈ 5, SC സപ്ലൈ 34, ST സപ്ലൈ 12, ധീവര സപ്ലൈ 3, SCC സപ്ലൈ 5, SIUC നാടാർ സപ്ലൈ 5, ഡിഫറൻ്റ്ലി ഏബിൾഡ് LV സപ്ലൈ 6, ഡിഫറൻ്റ്ലി ഏബിൾഡ് LD സപ്ലൈ 4, ഡിഫറൻ്റ്ലി ഏബിൾഡ് HI സപ്ലൈ. കോഴിക്കോട് ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടന്നതുകൊണ്ട് തന്നെ ഇത്തവണ കോഴിക്കോട് ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടിയിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ കോഴിക്കോട് ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള LP റാങ്ക് ലിസ്റ്റിൻ്റെ നിയമന നില തന്നെയാണ്. കൂടാതെ 2026-27 വരുന്ന വൻ റിട്ടയർമെൻറ്റ് വേക്കൻസി കൂടി കണ്ടിട്ടായിരിക്കാം കോഴിക്കോട് ജില്ലയുടെ ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടിയിരിക്കുന്നത്.